മിഥുനെ, കഴിഞ്ഞ ദിവസം കേരളം കണ്ട ഒരു ദൃശ്യങ്ങൾ ആകെ ഞെട്ടിക്കുന്നതാണ്. ഇതുവരെ കുറേ അധികം കസ്റ്റഡി പീഡനങ്ങൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതുപോലെ അല്ല ഇത്. കാരണം വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഈ കാലങ്ങളായി SFIയും KSUവും എല്ലാം തമ്മിൽ തല്ലാറുണ്ട്, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ട്, മർദ്ദിക്കാറുണ്ട്. അതെല്ലാം വേറൊരു വശം. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുടെ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരെ രണ്ടുപേരെ അല്ലേ, മൂന്നാല് പേരുണ്ട്. കറുത്ത തുണി കൊണ്ട് ഇവരെ മുഖം മറച്ച് തീവ്രവാദികളെ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ ഈ കേരള പോലീസ് കൊണ്ടുപോവുകയാണ് കോടതിയിലേക്ക്. കോടതിയിൽ നിന്ന് അവർക്ക് നന്നായി കിട്ടുകയും ചെയ്തു എന്ത് അർത്ഥത്തിലാണ് ഈ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ആഭ്യന്തരമന്ത്രി വായ തുറന്നിട്ടില്ല. ഈ കേരളത്തിലെ പോലീസിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് നടന്ന സംഭവങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പലരും മർദ്ദനത്തിനിരയായ പല നേതാക്കളും, പ്രത്യേകിച്ച് അതൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളാണ്. അവരൊക്കെ തന്നെ നിയമപോരാട്ടം നടത്തി വിവരാവകാശ കമ്മീഷനെ സമീപിച്ചാണ്. വിവരാവകാശ കമ്മീഷൻ അവരുടെ ഉത്തരവ് പ്രകാരമാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ പോലീസിൻ്റെതായിട്ടുള്ള ദുർനടത്തിപ്പിന്റെ ഒക്കെ തന്നെ പല സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ആർക്കും കണ്ടു കഴിഞ്ഞാല് അങ്ങോട്ട് ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് ഇന്നലെ ഈ പറയുന്ന വടക്കാഞ്ചേരിയിലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പോലീസിനെ എന്താണ് പറ്റിയത്, ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്, ആരാണ് ഇവർക്ക് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്. കാരണം ഒരു പറഞ്ഞ പോലെ KSU SFIയും തമ്മിലുള്ള ചെറിയൊരു സംഘർഷമാണ്. അതിൽ SFIക്കാർ കൊണ്ട് പരാതി കൊടുക്കുന്നു. അവർ ചില KSU നേതാക്കളുടെ പേരുകൾ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു FIR ഇട്ടിട്ട് കുറച്ച് KSUവിന്റെ കുറെ വിദ്യാർത്ഥികളെ, പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. എന്നിട്ട് അടുത്ത ദിവസം അവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയാണ്. ഈ ഹാജരാക്കുമ്പോൾ ഇവരുടെ കൈവിലങ്ങ് ഇവരെ ധരിപ്പിച്ചിട്ടുണ്ട്. 2 പേരെ ചേർത്ത് കൈവിലങ്ങ് ധരിപ്പിച്ചിട്ടുണ്ട്. അതിനും ഉപരിയായിട്ട് ഇവരുടെ മുഖം ഈ പറഞ്ഞ പോലെ കറുത്ത മുഖം തുണി കൊണ്ട് മൂടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിൽ കാണുന്നത് ഈ NIA പിടിക്കുന്ന പ്രതികളെയൊക്കെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള തെളിവെടുപ്പും ഒക്കെ അല്ലെങ്കിൽ തിരിച്ചറിയൽ പരേഡും ഒക്കെ നടത്തേണ്ട പ്രതികളെ മാത്രമാണ് അത്തരത്തിൽ ഇങ്ങനെ മുഖം മൂടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുക. ഇത് കണ്ടിട്ട് നമ്മൾ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ പോലീസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ആരുടെ ബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യമാണ്. ഇന്നലെ കോടതിയിൽ അത് അവരെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അത് വഴിയിൽ വെച്ച് ആരൊക്കെയോ കോടതിയിൽ കയറുമ്പോൾ തന്നെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് അതൊക്കെ കാര്യങ്ങളോ കാരണം പറഞ്ഞ് കൊണ്ടുപോകുന്നു. കോടതി ഇത് ചോദിക്കുന്നുണ്ട്. കോടതി ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഈ തിരിച്ചറിയൽ പരേഡ് നടത്താനുണ്ട്, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ കോടതി ചോദിക്കുന്നത് നിങ്ങൾ FIR ഇട്ടിട്ടുണ്ടല്ലോ, FIR പറയുന്ന പ്രതികളെ തന്നെയാണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത്, അത് തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന വടക്കാഞ്ചേരിയിലെ SHO എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സുജിത്ത് എന്ന് പറയുന്ന കുന്നംകുളത്തെ ഈ കസ്റ്റഡി മർദ്ദനം ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ, അതാണല്ലോ ഇപ്പോൾ പറഞ്ഞ CCTV ദൃശ്യങ്ങൾ. ആ സമയത്ത് കുന്നംകുളത്തെ SHO ആയിട്ടിരുന്ന വ്യക്തിയാണ് ഈ ഷാജഹാൻ എന്ന് പറയുന്നയാൾ. അയാൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ SHO ആണ്. അയാളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ചിന്തിച്ചു നോക്കൂ, ഇതൊരു SFIയുടെ പ്രവർത്തകർ തിരിച്ചാണ് ഈ സംഭവമെങ്കിൽ ഒരു കേസ് കൊടുത്ത് SFIക്കാരായിട്ടുള്ള പ്രവർത്തകരെയാണ് പോലീസ് ഇതുപോലെ പിടിച്ചതെങ്കിൽ ഈ കൈവിലങ്ങിടുമോ? ഒന്നാമത്തെ ചോദ്യം. അവരെ ഈ മുഖം മൂടി ധരിപ്പിക്കുമോ? അത് രണ്ടും ചെയ്യില്ല കേരളത്തിലെ പോലീസ്. അവരെ വേണ്ടുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുത്ത് അവരെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോലീസ് കുറച്ചുനാൾ മുമ്പേ നമ്മളത് കണ്ടതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടതാണ്. ആർഷോയുടെ സംഭവം, ബാമോനെ ആർഷോ കയറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സർവകലാശാല 2ാം നിലയിലേക്ക് കയറി പോകുന്നവരെ പോലീസ് കൈപിടിച്ച് കാര്യം നമ്മൾ കണ്ടു. SFIയുടെയോ DYFIയുടെ പ്രവർത്തകർ നടത്തുന്ന സമരങ്ങളെയൊക്കെ തന്നെ വളരെ മൃദുമായിട്ട് അവർക്ക് ഒരു പോറല് പോലും ഏൽക്കാത്ത രീതിയിൽ അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചാൽ പോലും അവരുടെ ദേഹത്തൊന്നും വീഴാതെ ആ രീതിയിലാണ് ജലപീരങ്കി പോലും പ്രയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് SFIയുടെ ഒരു പ്രവർത്തകരെയാണ് അങ്ങനെ ഇന്നലെ പോലീസ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുവരില്ല. ഒന്നാമത്തെ കാര്യം, ഇന്നലെ അവർ ആ രീതിയിൽ കോടതിക്കകത്ത് കയറ്റില്ല. SFIയുടെ പ്രവർത്തകര് അവിടെ ഇന്ന് പോലീസിനെ തടഞ്ഞ് അവരെ പിടിച്ചിറക്കി ഈ പറയുന്ന പോലെ മുഖംമൂടി എല്ലാം മാറ്റിയിട്ടേ അവര് ഒക്കെ അങ്ങോട്ട് തിരിച്ചു വിടത്തുള്ളൂ. അപ്പോൾ പോലീസ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറെ കാലമായിട്ട്, കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്യുന്നത് പോലെ ഈ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ ഒക്കെ തന്നെ പ്രവർത്തകരെ വളരെ എന്താ പറയുക, ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ അങ്ങേയറ്റത്തെ ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെ ഇവരെയൊക്കെ കാണുന്ന, സമരം ചെയ്യുന്നവരെയൊക്കെ കാണുന്ന ഒരു സമീപനമാണ്. പോലീസിന് എങ്ങനെ എന്നു മുതലാണ് ഈ ഒരു മാറ്റം വന്നത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമില്ല. ഇപ്പം നേരത്തെയും പല സർക്കാരുകളും ഇവിടെ ഭരിച്ചിട്ടില്ലേ?
അല്ലെ? ഇടതുപക്ഷ സർക്കാരുകൾ നേരത്തെ ഭരിച്ചിട്ടുണ്ട്, UDF സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇവർ ഈ അടിയന്തരാവസ്ഥ കാലത്തെ പോലീസിന്റെ മൂന്നാം മൃഗങ്ങളെ കുറിച്ചൊക്കെ തന്നെ വാചാലരാകുന്ന അതിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അവര് ഭരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പറയുന്ന കൊച്ചു പിള്ളേരല്ലേ കേസിന്റെ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന എത്ര വയസ്സ് വരും അവർക്കൊക്കെ, ആ പിള്ളേരെയൊക്കെ ഇത്തരത്തില് ഇങ്ങനെ ഒന്നാമത് കൈവിലം കിടരുത് എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ വരെ ഇതുണ്ട്, ഉത്തരവുണ്ട്. പല കേസുകളിലും സുപ്രീം കോടതി പറയുന്നുണ്ട്. അതിൽ മുഖം മൂടി എന്ന് പറയുന്നത് അത് അടിയന്തര ഘട്ടത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയുടെ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവരുടെ അഭിമാനത്തെയോ ആത്മാഭിമാനത്തെയോ ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ, വ്യക്തിത്വത്തെ ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് അവകാശങ്ങളുണ്ടാകും, മൗലികാവകാശങ്ങൾ എന്നും ലംഘിക്കാൻ പാടില്ല എന്ന് കോടതി പല ഉത്തരവുകളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഉത്തരവുകൾ നിലനിൽക്കെയാണ് ഇത്തരത്തിലെ കയ്യിൽ വിലങ്ങിടുന്നത്. അതുപോരാതെ അവരുടെ മുഖം മൂടി അവരെ തീവ്രവാദികളായിട്ട് ഭീകരവാദികളെ കൊണ്ടുവരുന്ന രീതിയിലൊക്കെ കൊണ്ടുവരുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ ഇന്ന് ഒരു പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു കാണത്തില്ല ഒരു വിഷയത്തിലും. സാധാരണ ഇത്തരത്തിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവര് ക്ഷമിച്ചു പോവുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത്, കഴിഞ്ഞ കുറെ ഈ സംഭവങ്ങൾ വന്നതിന് ശേഷം പറയാം, ഓരോ പോലീസുകാരെ എടുത്തവർ പറയുന്നത് നിങ്ങൾ നോക്കി വെച്ചോളൂ എന്നുള്ള ഭീഷണി പോലും മുഴക്കുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഇന്ന് VD സതീശൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പിണറായി പോലീസ് എന്നും ഉണ്ടാകും, അല്ലെങ്കിൽ പിണറായിയുടെ ഭരണം എന്നും ഉണ്ടാകും, ആ തണലിൽ നിങ്ങൾക്ക് എന്നും കഴിയാമെന്ന് വിചാരിക്കേണ്ട. ഭരണം മാറി വരും. നിങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ നോട്ടമിട്ട് വെച്ചിട്ട് കാര്യങ്ങളൊന്നും ഞങ്ങൾ മറക്കില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഇതൊക്കെ തന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഒരു സമരം നടത്തി ഞങ്ങൾ മറന്നു കളയുന്നതാണ് ഞങ്ങളുടെ പതിവ്. ഇനിയിപ്പോൾ അങ്ങനെ മറക്കില്ല. ഓരോ സംഭവങ്ങളും ഞങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. അതിന് മറുപടി ഞങ്ങൾ തരുമെന്ന് VD സതീശനെ പോലൊരു നേതാവിന്, അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ, അങ്ങനെ കടന്നു പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ആ VD സതീശനെ പോലും പറയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ പോലീസ് ഉണ്ടാക്കുന്നത്. അതിനെ ഉത്തരവാദി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം ഈ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ ഇതുവരെയും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോ LDF അല്ല ഭരിക്കുന്നത്, UDF ആണ് ഭരണത്തിലെന്ന് വിചാരിക്കും. ഇത്രയും സംഭവം ഉണ്ടായി, അതിന് പകരം ഏതെങ്കിലും ഒരു സംഭവം ആണ് ഉണ്ടായത്, ഇത്തരത്തിൽ SFIക്കാരെ മുഖം മൂടി കൊണ്ടുപോവുകയാണെന്ന് വെച്ചോളൂ. ഈ ഇടതുപക്ഷം കേരളം വെച്ചേക്കുവോ? മുഖ്യമന്ത്രി ഏതൊരു കോൺഗ്രസ് നേതാവായിരുന്നുവെങ്കിലും ആ സെക്കൻഡിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ ഒരു സെക്രട്ടേറിയറ്റ് വളയലും ഈ ഉണ്ടാക്കാൻ ഇനി അക്രമങ്ങൾ ഉണ്ടാവില്ലായിരിക്കുമായിരുന്നല്ലോ. അതെ, UDFന്റെ കാലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ കേരളം അവർ കത്തിക്കും. അതാണ് ഈ പറയുന്ന പോലെ, അതായത് തീവ്രവാദിക്ക് പോലും മനുഷ്യാവകാശമുണ്ട് എന്ന് വാദിക്കുന്ന പുരോഗമനവാദികളായ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായത്. അവർക്കാണ് UDFന്റെ കാലത്ത് അനുഭവം ഉണ്ടാകുന്നെങ്കിൽ, ഒന്നാമത് നമുക്കറിയാം പല സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. UDFന്റെ കാലത്താണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന LDF ഭരണകാലത്താണെങ്കിൽ പോലും ആരെങ്കിലും ഒരു കേസില് CPMന്റെ ഒക്കെ നേതാക്കന്മാരെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവര് ചെന്ന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോരുന്നേ, അല്ലെ? വീട്ടിൽ ചെന്ന് ഇറക്കിക്കൊണ്ട് പോരുന്ന പോലെ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പോലീസുമാരെ തട്ടി മാറ്റിക്കൊണ്ട് ഇറക്കി പോലും, അല്ലെങ്കിൽ പോലീസ് ഇപ്പൊ വെളിയിൽ തടഞ്ഞ് അവരെ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഒരു നടപടിയാണ് അവര്. അത് മുൻപും അവര് ചെയ്തിട്ടുള്ള സംഭവമാണ്. UDFന്റെ സർക്കാരിന്റെ കാലത്ത് ഒരു പോലീസിൽ നിന്നുമാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ ഇതൊന്നും ആവില്ല കേരളം കാണുക. കേരളം ഇവര് കത്തിച്ച് ചാമ്പലാക്കുന്ന രീതിയിലേക്കൊക്കെ പോയേനെ. എന്തായാലും UDFനെ സംബന്ധിച്ച് അവര് ആ രീതിയിലുള്ള സമരമുറകളൊന്നും അവര് ഇതുവരെയും അവലംബിച്ചിട്ടില്ല. ഒരു സമന്വയത്തിന്റെ ഒരു പാതയിലൂടെ, ഒരു സമാധാനത്തിന്റെ പാതയിലൂടെയാണ് പോകുന്നത്. എത്രയൊക്കെ പറഞ്ഞാൽ പോലും അവര് ആ വാക്കുകൾ അവർ നിർത്തും. അല്ല, എനിക്ക് മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ആഭ്യന്തര വകുപ്പ് തന്നെ പ്രതിരോധത്തിലാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ അടുത്തുള്ള പഴയ കസ്റ്റഡി പീഡനങ്ങൾ ഉൾപ്പെടെ. പക്ഷെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടുള്ള പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരും വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കവേ തന്നെ വീണ്ടും ഈ കേരള പോലീസ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇവർക്ക് എന്താ തലയ്ക്ക് വെളിവില്ലേ എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ സമ്പൂർണ്ണ പരാജയമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി 96 കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ പോലീസിന് ആഭ്യന്തര വകുപ്പിനെ ഭരിച്ചത് എന്നൊരു ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം അത്തരത്തിലുണ്ടായത്. ഇപ്പോഴും അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്. അദ്ദേഹമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നൊരു ആരോപണം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ വാക്ക് കേട്ടിട്ടാണോ ഈ പറയുന്നത് പോലെ പോലീസ് പ്രവർത്തിക്കുന്നത്? നമുക്കറിയാം, CPMന്റെ നേതാക്കളൊക്കെ തന്നെ പോലീസിനോട് അങ്ങനെ ചെയ്യിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഒരു എന്താ പറയുക, ഒരു എതിരാളിയെ ആക്രമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ചെയ്യുന്ന ഒരു സമീപനം പോലീസിനുണ്ട്. അതിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു വാർത്ത, ഒരു DYFI നേതാവ് ജോയലിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് 2020 മെയ് മാസത്തിലാണ് ജോയൽ എന്ന് പറയുന്ന DYFIയുടെ അടൂരിലെ പ്രാദേശിക നേതാവ് മരിക്കുന്നത്. ജോയലിന്റെ പിതാവ് ഇന്നലെ പറയുന്നത് CPMന്റെ പ്രവർത്തനാണ്.
അദ്ദേഹം പറഞ്ഞത് CPM നേതാക്കൾ പോലീസിനെ പറഞ്ഞ് അദ്ദേഹത്തെ മർദ്ദിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ചില രഹസ്യങ്ങൾ ജോയലിന് അറിയാം. ആ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ജോയലിനെ ഒരു കേസിൽ അദ്ദേഹം പിടിയിലായപ്പോൾ CPM നേതാക്കൾ തന്നെ പറഞ്ഞ് മർദ്ദിച്ച് അദ്ദേഹം 5 മാസത്തോളം ചികിത്സയിൽ കടന്ന അവസാനം രക്തം ഛർദ്ദിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു ഒരു ഡിവൈഎഫ്ഐ നേതാവ്. അത്തരത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന് പോലും ഇത്തരത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായ കഥകളാണ് ഇന്നലെയൊക്കെ തന്നെ കേരളം കേട്ടത്. അങ്ങനെ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സമീപനം, പോലീസിന് എന്ത് തോന്നിവാസവും നടത്താം, ആരും ഇവിടെ ചോദിക്കാനും പറയാനുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ എന്താണ് മറുപടി പറയുന്നത് എന്നത് കേരളത്തിന് അറിയാനുണ്ട്. അദ്ദേഹം ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനൊക്കെ തന്നെ സഭയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം സ്വാഭാവികമായിട്ടും വരും. ഇനിയിപ്പോൾ അടിയന്തര പ്രമേയങ്ങളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും. അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാകും. അവിടെ അദ്ദേഹം ഇനി ഒഴിഞ്ഞു മാറി വേറെ ആരെങ്കിലും മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിക്കാൻ സാധാരണ അദ്ദേഹം നടത്തുന്ന ചില നീക്കങ്ങൾ അങ്ങനെയൊക്കെയാണ്. അവിടെ നിർണായകമായ കാര്യങ്ങളിലൊക്കെ തന്നെ അടിയന്തര പ്രമേയം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരായ അടിയന്തര പ്രമേയം വന്നാൽ അദ്ദേഹം നൈസായിട്ടും ഒഴിഞ്ഞു മാറും. പിന്നെ വേറെ ആരെങ്കിലുമായിട്ടുള്ള ബാലഗോപാലോ KN ബാലഗോപാലോ അല്ലെങ്കിൽ എം പി രാജേഷിനെ പോലുള്ള മന്ത്രിമാരായിരിക്കും അതിനൊക്കെ മറുപടി പറയുക. അങ്ങനെയൊക്കെയുള്ള ചില അടകുഴമ്പൻ സമീപനമായിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കുക. എന്തായാലും അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. 9.5 വർഷമായിട്ട് ഈ കേരളത്തിലെ പോലീസിനെ അങ്ങേയറ്റം ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന തരത്തിൽ വലിയ രീതിയിൽ പോലീസിനെ നശിപ്പിക്കുന്ന ഒരു നടപടികൾ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. കൃത്യസമയത്ത് പോലീസിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ, തെറ്റുകാർക്കെതിരെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, അതിനുള്ള ആർജവം നട്ടല് നിവർത്തുന്നുള്ള ഒരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് ഇത്രത്തോളം ദുഷിക്കില്ലായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം.